EduWorld. Hi guys, welcome back to EduWorld. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റീഡിങ്ങിനെ പറ്റിയാണ്. ഓക്കെ, സോ ഇൻ ദിസ് വീഡിയോ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് റൈറ്റിംഗ് ടാസ്ക്, അതായത് നമ്മുടെ IELTS എക്സാമിനേഷനിലെ റൈറ്റിംഗ് മോഡ്യൂൾ. സോ ഇൻ എ റൈറ്റിംഗ് മോഡ്യൂൾ വിൽ ബി ഗിവൻ 2 ടാസ്ക്സ്. നമുക്ക് 2 ടാസ്ക് ഉണ്ടായിരിക്കും. ദർ വിൽ ബി എ ടാസ്ക് 1 ആൻഡ് എ ടാസ്ക് 2. നമുക്ക് ടാസ്ക് 1 എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻസ്. ഇൻ കേസ് യു ആർ ഗോയിങ് ഫോർ ഹയർ സ്റ്റഡീസ്, ദെൻ യു വിൽ ബി റിക്വയർഡ് ടു റൈറ്റ് റിപ്പോർട്ട്. അതായത് നമുക്കൊരു ബാർ ഗ്രാഫ് തരാം. ലൈക്ക് ദ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ഓഫ് 6 ടൈപ്സ്. നമുക്ക് ടാസ്ക് 1 ക്വസ്റ്റ്യൻസ് 6 ടൈപ്സ് ഉണ്ടായിരിക്കും. സോ ഇറ്റ് ക്യാൻ ബി ഐദർ എ ബാർ ഗ്രാഫ്, എ ലൈൻ ഗ്രാഫ്, എ പൈ ചാർട്ട്, എ ടേബിൾ, എ മാപ്പ് ഓർ എ പ്രോസസ്. ഇങ്ങനെ 6 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. സോ any one question will be asked and you will be required to write a report of at least 150 words within a time limit of 20 minutes. ഇതാണ് നമ്മുടെ ടാസ്ക് 1ന്റെ സ്പെസിഫിക്കേഷൻസ്. വി ഹാവ് ടു റൈറ്റ് എ റിപ്പോർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് 150 വേർഡ്സ് വിത്തിൻ എ ഡ്യൂറേഷൻ ഓഫ് 20 മിനിറ്റ്സ്. സോ ദിസ് ഈസ് അബൌട്ട് ടാസ്ക് 1 ഇൻ കേസ് ഓഫ് അക്കാഡമിക്, ദാറ്റ് ഈസ് നമ്മൾ സ്റ്റുഡൻറ്റ് വിസയ്ക്കാണ് പോകുന്നതെങ്കിൽ. ഇൻ കേസ് യു ആർ ഗോയിങ് ടു വർക്ക്, അതായത് നമ്മൾ വർക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ അബ്രോഡ് പോകുന്നതെങ്കിൽ, ദെൻ വി വിൽ ബി റിക്വയർഡ് ടു റൈറ്റ് എ ലെറ്റർ ആസ് ദി ടാസ്ക് 1. സോ ദ ക്വസ്റ്റ്യൻ വിൽ ബി ഐദർ ടു റൈറ്റ് എ ഫോർമൽ ലെറ്റർ ഓർ എൻ ഇൻഫോർമൽ ലെറ്റർ. അപ്പം നമ്മളൊരു ഫ്രണ്ടിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു നെയ്ബറിന് ഇതുപോലുള്ള ഇൻഫോർമൽ രീതിയിൽ നമുക്ക് എഴുതുന്ന ലെറ്റേഴ്സ് ആവാം. അതല്ലെങ്കിൽ ടു എ മാനേജർ, അല്ലെങ്കിൽ ടു ആൻ അതോറിറ്റി ടു റിപ്പോർട്ട് എ പ്രോബ്ലം, അല്ലെങ്കിൽ ടു റിപ്പോർട്ട് എ കംപ്ലയിൻറ്റ്. ഫോർ എക്സാമ്പിൾ, ദ ക്വസ്റ്റ്യൻ മൈറ്റ് ബി ആസ്കിങ് യു ടു റൈറ്റ് എ ലെറ്റർ ഇൻ ഓർഡർ ടു റിപ്പോർട്ട് എ കംപ്ലയിൻറ്റ് റിഗാർഡിങ് എ സർവീസ് ദാറ്റ് യു റിസീവ്ഡ് അറ്റ് എ റെസ്റ്റോറൻറ്റ്. സോ ഇങ്ങനെയുള്ള കേസുകളായിരിക്കും നമുക്കൊരു ഫോർമൽ കംപ്ലയിൻറ്റ്, അല്ലെങ്കിൽ ഒരു ഫോർമൽ ആയിട്ടുള്ള ലെറ്റർ എഴുതാനുള്ള ക്വസ്റ്റ്യൻ. ഇതാണ് നമുക്കൊരു ജനറൽ ട്രെയിനിങ് IELTS അറ്റൻഡ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിന് കിട്ടുന്ന ടാസ്ക് 1 ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ടാസ്ക് 1. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ടാസ്ക് 2. ടാസ്ക് 2 നമുക്ക് ഉണ്ടായിരിക്കുക വിൽ ബി ഗിവൺ എ ജനറൽ ടോപ്പിക്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇഷ്യൂ, ഒരു കറണ്ട് സൊസൈറ്റിയിൽ ഇപ്പോൾ ഉള്ളൊരു പ്രോബ്ലം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിബേറ്റബിൾ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം. സോ ദ ക്വസ്റ്റ്യൻ മൈറ്റ് ബി ഐദർ ടു ഗിവ് യുവർ ഒപ്പീനിയൻ, otherwise to give the disadvantages and advantages of certain situation അല്ലെങ്കിൽ certain issue. അതല്ലെങ്കിൽ to discuss both the sides of a particular incident അല്ലെങ്കിൽ of a particular issue. So ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ടാസ്ക് 2 കിട്ടുന്നത്. So we have to write an essay of at least 250 words within a duration of 40 minutes. നമുക്ക് ടാസ്ക് 1 ഉണ്ടായിരിക്കുക 20 minutes ആയിരിക്കും. For a task 2 we have to write an essay of at least 250 words within a duration of 40 minutes. അപ്പോൾ നമുക്ക് ടാസ്ക് 1 ഉണ്ടായിരിക്കുക 20 minutes ഡ്യൂറേഷൻ ആണ്, ആൻഡ് ദ റിപ്പോർട്ട് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 150 വേർഡ്സ്. ഇൻ കേസ് ഓഫ് ടാസ്ക് 2 നമുക്ക് 40 minutes ടൈമിനുള്ളിൽ 250 വേർഡ്സിൻ്റെ ഒരു എസ്സേ എഴുതണം. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് റൈറ്റിംഗ് ടാസ്ക്. നമ്മൾ റൈറ്റിംഗ് ടാസ്കിൻ്റെ മാർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് യുവർ ബാൻഡ് ഈസ് ഇവാലുവേറ്റഡ് അല്ലെങ്കിൽ ഡിറ്റർമിൻഡ്. സോ ഇതെല്ലാം നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ബേസിക്കലി നമ്മുടെ മാർക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ടാസ്ക് റെസ്പോൺസ്, നമ്മുടെ വെക്കാബുലറി, ഗ്രമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി, ആൻഡ് വി ഓൾസോ ഹാവ് ടു കൺസിഡർ കൊഹിയറൻസ് ആൻഡ് കൊഹിഷൻ. സോ ഇതെല്ലാം എന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. ആൻഡ് ഓൺലി ദെൻ വിൽ ബി ഏബിൾ ടു ഗെറ്റ് എ വെരി നൈസ് ബാൻഡ് ഫോർ റൈറ്റിംഗ് ടാസ്ക്. റൈറ്റിംഗ് ടാസ്കിനാണെങ്കിലും സ്പീക്കിംഗ് ടാസ്കിനാണെങ്കിലും വിൽ ഹാവ് ടു ഇംപ്ലിമെൻറ്റ് അവർ ഓൺ ഐഡിയാസ്. ഓക്കെ, നമ്മൾ റൈറ്റിംഗിലാണെങ്കിൽ നമ്മളത് എഴുതണം, സ്പീക്കിങ്ങിലാണെങ്കിൽ നമ്മളത് പറയണം. ലിസ്ണിംഗ് ആൻഡ് റീഡിംഗ് ഈസ് ഓൺലി അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദി കറക്റ്റ് ആൻസേഴ്സ്. നമ്മളത് കോംപ്രിഹെൻഡ് ചെയ്ത് എടുക്കുന്ന രീതി. സോ റീഡിങ്ങിലാണെങ്കിൽ നമ്മൾ ആ പാസേജിൽ നിന്ന് ആൻസർ മനസ്സിലാക്കി എടുക്കണം. ലിസ്ണിംഗിലാണെങ്കിൽ നമ്മൾ ആ ഓഡിയോ കേട്ട് വി ഹാവ് ടു റെക്കഗ്നൈസ് വാട്ട് ദ ആൻസേഴ്സ് ആർ. സോ ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് ഓൾ അബൌട്ട് റൈറ്റിംഗ്, ആൻഡ് ഓവറോൾ all the modules are very easy once you get a lot of practice. And IELTS is all about practice. We have to practice a lot, we have to work out a lot, and through that we'll be able to achieve a very good band. So that's it guys. So to know more about our various modules on IELTS and to get more classes, join us at the English Club of EduWorld. Thank you. EduWorld.